വി.ഡി. സതീശന്റെ ആദ്യ ബഡ്ജറ്റ് നിയമസഭയിൽ നടന്നു. അതിനുശേഷമുള്ള ഒരു സമ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ബഡ്ജറ്റിനെ ഊന്നിക്കൊണ്ടുള്ള ഒരു നിയമസഭാ സമ്മേളനമാണ് നടക്കുന്നത്. ഇപ്പോൾ അതിലൊരു വിവാദമായി മാറിയിരിക്കുന്ന ഒരു ദൃശ്യമുണ്ട്. അതായത് പാറശാല MLA സഭയിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു കാഴ്ച സമൂഹ മാധ്യമങ്ങളടക്കം ട്രോളായിട്ടും അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ വീഡിയോയ്ക്ക് താഴെ പല കമൻറ്റുകളും വരുന്നുണ്ട്. നമുക്കറിയാം, ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അതിൽ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടുമൊക്കെ പലതരത്തിലുമുള്ള കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വരിക സ്വാഭാവികമാണ്. ഒരു കൂട്ടർ പറയുന്നു, നിയമസഭയിൽ കടന്ന് ഗൂർക്കം വലിച്ചുറങ്ങാനാണോ ജനങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് നിയമസഭയിൽ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുമുള്ള പല സംഭവ വികാസങ്ങൾ, പലതരത്തിലുള്ള ചർച്ചകൾ, പലതരത്തിലുള്ള മറുപടികൾ ഇങ്ങനെ ആ കമന്റിന് താഴെ, ആ ചിത്രത്തിന് താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആരായിക്കോട്ടെ, പ്രതിപക്ഷമായാലും ഇപ്പോൾ CPM ആയാലും ഇപ്പം UDF ആയാലും BJP ആയിരുന്നാലും ആരായാലും അവിടെ പ്രതികരിച്ചുകൊണ്ട് ആ നിയമസഭയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് മനുഷ്യനാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാഭാവികമായ ഒരു മര്യാദ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വം നൽകേണ്ടതുണ്ട്. എന്താണ് കാര്യം, അല്ലെങ്കിൽ എന്താണ് ആ പുള്ളി അല്ലെങ്കിൽ ആ MLA അവിടെ കിടന്ന് നിയമസഭയിൽ കിടന്ന് ഉറങ്ങാനുള്ള ഒരു സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണമല്ലോ ഒരു മര്യാദ എന്ന രീതിയിൽ നമ്മൾ ഒരാളെ ക്രൂരമായി അങ്ങോട്ട് ആക്രമിക്കാൻ അല്ലെങ്കിൽ അയാൾക്ക് നേരെ എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളത്. സ്വാഭാവികമായി പണ്ട് മുതലേ പറയുന്നൊരു കാര്യമാണ്, പറഞ്ഞ വാക്ക് നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പണ്ട് മുതലേ ആളുകൾ പറയുന്നൊരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം തന്നെ വലിയ രീതിയിൽ ആ വീഡിയോ വിവാദമായി, ആ ചിത്രങ്ങളെല്ലാം അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ രീതിയിൽ, പാറശാല MLAക്ക് നേരെ രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. അതായത് അവസാനം പാറശാല MLA CK ഹരീന്ദ്രൻ തന്നെ അതിൻ്റെ ഒരു മറുപടിയുമായി ഇപ്പോൾ ഫേസ്ബുക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: സഭയിൽ നിന്നുള്ള CK ഹരീന്ദ്രന്റെ ഫോട്ടോകൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതോടെ അദ്ദേഹം തന്നെ അതിനൊരു വിശദീകരണവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. അതായത് CK ഹരീന്ദ്രൻ പറയുന്നത് ഇങ്ങനെയാണ്: രോഗാവസ്ഥയിൽ നിന്നുള്ള ശാരീരിക ക്ഷീണത്തെ മനുഷ്യത്വപരമായി കാണുന്നതിന് പകരം പരിഹാസത്തിനും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നാണ് MLA ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് നിയമസഭയിൽ ഇരുന്ന് ഉറങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനത്തിനിടെയുള്ള ഏതാനും സെക്കൻഡുകളുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ നിയമസഭയിൽ കിടന്ന് ഉറങ്ങിയതിന്റെ കാരണം എനിക്ക് ഡെങ്കിപ്പനിയായിരുന്നു. ഞാൻ ഡെങ്കിപ്പനി ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ച കാലം നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സയിലായിരുന്നു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വിശ്രമം ആവശ്യമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞുവെങ്കിലും സംസ്ഥാന ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചർച്ചകൾ നടക്കുന്നതിനാലും ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നൊരു ബോധ്യത്താലുമാണ് പൂർണ്ണമായി ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുന്നതിന് മുമ്പ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചതെന്നാണ് ഹരീന്ദ്രൻ MLA പറയുന്നത്. ആ ദിവസവും സഭയിൽ സാന്നിധ്യം രേഖപ്പെടുത്തുക മാത്രമല്ല, ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയും പാറശാല നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് MLA പറയുന്നത്. എന്നാൽ മണിക്കൂറോളം നീണ്ടുനിന്ന സഭാ നടപടികൾക്കിടയിലെ ഏതാനും നിമിഷങ്ങൾ മാത്രം അടർത്തിയെടുത്ത് പ്രചരിച്ചാണ് ചിലർ വില കുറഞ്ഞ രാഷ്ട്രീയ പ്രചാരണത്തിന് ശ്രമിക്കുന്നത്. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വ ബോധമാണ് എന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്ത് പകർന്നിട്ടുള്ളത്. ജനപ്രതിനിധി എന്ന നിലയിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ ആരോഗ്യ പ്രശ്നങ്ങളോ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളോ ഒരിക്കലും തടസ്സമാകരുത് എന്ന നിലപാടാണ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചികിത്സയിലായിരുന്ന സാഹചര്യത്തിലും വിശ്രമം തുടരുന്നതിന് പകരം നിയമസഭയിലെത്തി ജനങ്ങളുടെ ശബ്ദമാകാൻ ഞാൻ ശ്രമിച്ചതെന്നാണ് ഹരീന്ദ്രൻ പറയുന്നത്. രോഗാവസ്ഥയിൽ നിന്നുള്ള ശാരീരിക ക്ഷീണം ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ മനുഷ്യത്വപരമായി കാണുന്നതിന് പകരം പരിഹാസത്തിനും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നാണ് MLA പറയുന്നത്. പൊതുജീവിതത്തിൽ പ്രവർത്തിക്കുന്നവർ വിമർശനങ്ങൾക്ക് അതീതരല്ല. എന്നാൽ വിമർശനം വസ്തുതകളുടെയും രാഷ്ട്രീയ നിലപാടുകളുടെയും അടിസ്ഥാനത്തിലാകണം. ഒരു മനുഷ്യന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ പോലും രാഷ്ട്രീയ ആയുധമാക്കേണ്ടി വരുന്നത് നമ്മുടെ പൊതുസമൂഹം ഗൗരവമായി വിലയിരുത്തേണ്ട വിഷയമാണെന്നാണ് MLA പറയുന്നത്. എന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അന്വേഷിക്കുകയും ആശങ്ക പങ്കുവെക്കുകയും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും സ്നേഹത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എന്നാണ് ഹരീന്ദ്രൻ MLA പറയുന്നത്. ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അതേ ആത്മാർത്ഥത്തോടെയും പ്രതിബദ്ധതയോടെയും തുടർന്ന് നിർവഹിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുകയാണ്.